ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ ഹോം. ചൂടുള്ള ഈ കാലാവസ്ഥയിൽ നമ്മൾ കാലത്തും വൈകുന്നേരം ചെടികൾക്ക് എത്ര തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താലും അത് വളരെ ഡള്ളായിട്ട് നിൽക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ സൂര്യൻ്റെ ചൂട് നമുക്കെന്ന പോലെ തന്നെ ചെടികൾക്കും തീരെ സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് നമുക്കിതിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾക്ക് എനർജി ഡ്രിങ്ക് വേണ്ടതുപോലെ ചെടികൾക്കും വേണ്ട ഒരു എനർജി ഡ്രിങ്ക്. അതെ, നിങ്ങൾ ടൈറ്റിലും തംബ്നെയിലൊക്കെ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ചെടികൾക്ക് കൊടുക്കാൻ പോകുന്ന ഒരു സ്പെഷ്യൽ എനർജി ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ തണ്ണിമത്തൻ്റെ പുറന്തൊലി ഉണ്ടല്ലോ, വാട്ടർ മെലൺ പീൽസ് അല്ലെങ്കിൽ റിൻസ് എന്ന് വിളിക്കുന്ന ഇതുകൊണ്ട് ഇന്നൊരു അടിപൊളി ഫെർട്ടിലൈസറാണ് അല്ലെങ്കിൽ ഒരു എനർജി ഡ്രിങ്കാണ് നമ്മളുടെ ചെടികൾക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഒട്ടും മടി കാണിക്കില്ല കേട്ടോ. അത് മാത്രമല്ല, അതിൻ്റെ സൈഡിലുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലില്ലേ, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. എങ്കിൽ മാത്രമാണ് ഞാൻ ഓരോ തവണയും വീഡിയോ ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയും ഒരു വീഡിയോ പോലും മിസ്സാവാതെ കാണാൻ പറ്റുകയും ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഒട്ടും സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തണ്ണിമത്തൻ നമ്മൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ച് മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഫ്രൂട്ടാണല്ലേ. നമ്മൾ പക്ഷേ അതിൻ്റെ മധുരമുള്ള കാമ്പുണ്ടല്ലോ, അത് നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചതിന് ശേഷം അതിൻ്റെ പുറംതൊലി എപ്പോഴും വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. പക്ഷേ ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യില്ല. ഈ വീഡിയോ കണ്ടതിന് ശേഷം അതെനിക്ക് ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം ഈ പുറംതൊലിയും കൊണ്ട് നമുക്കൊരു അടിപൊളി ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പറ്റിയാലോ. അതൊന്ന് അറിയണ്ടേ എങ്ങനെയാണെന്ന്? അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തണ്ണിമത്തനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതിനെ ഉരച്ചെടുക്കുക. അതിൻ്റെ ഒരു ഭാഗം പോലും വേസ്റ്റായി പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യാൻ മടിയുള്ളവരെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്താലും മതിയാവും കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ തണ്ണിമത്തൻ വാട്ടർ കണ്ടൻറ്റ് കൂടിയ അളവിലുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തുള്ളത് പൊട്ടാസ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, പിന്നെ കുറഞ്ഞ അളവിൽ വിറ്റാമിൻ സിയും ഉള്ളതാണ് കേട്ടോ. ഈ മൂലകങ്ങളൊക്കെ നമ്മളുടെ ചെടികൾക്ക് കിട്ടുവാണെങ്കിലോ നമ്മളുടെ ചെടികളൊക്കെ നല്ല ആരത്ത് വളരുവാനും നല്ല പച്ച ഇലകളോടുകൂടി വളരുവാനും, പിന്നെ ഈ ചൂട് കാലത്ത് പ്രധാനമായിട്ടും അതാണ് നമുക്ക് പറയാനുള്ളത്, ചൂട് കാലത്ത് ഈ സൂര്യതാപത്തെ ചെറുക്കാനുള്ള കരുത്തും ഈ നമ്മുടെ ചെടികൾക്ക് ഈ എനർജി ഡ്രിങ്ക് കൊടുക്കും കേട്ടോ. അടുത്തതായിട്ട് ഈ ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉള്ളിയുടെ തോലാണ്. അപ്പോൾ ഒനിയൻ പീൽ ചെടികൾക്ക് വളരെ നല്ലതാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ. പക്ഷെ നിങ്ങളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇത് ചെടിയുടെ ചുവട്ടിലേക്ക് നേരെ അങ്ങ് ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ? അത് അവിടെ കിടന്ന് അഴുകുമ്പോൾ അത് അഴുകുന്നതനുസരിച്ച് അതിൽ പ്രാണിശല്യം, ആ ചെടിയുടെ ചുറ്റിനും പ്രാണിശല്യം ഉണ്ടാവാനും, പിന്നെ അതുകൂടാതെ ചെടിയുടെ വേരിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കാനും കാരണമാകും. അപ്പം നമ്മൾ ആ രീതിയിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഇത് ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കരുത്. അതിന് പകരം ഈ രീതിയിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണിയൻ പീലിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും, ചെടികൾക്കൊരു ദോഷവും ഉണ്ടാവുകയില്ല. ഉള്ളിത്തൊലിയിൽ നല്ല രീതിയിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടി കരുത്തോടുകൂടി വളരാൻ ഇതെല്ലാം സഹായമാകും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ഈ തണ്ണിമത്തിൻ്റെ ഉരച്ചെടുത്ത ഭാഗങ്ങളുണ്ടല്ലോ, അതും ഈ ഒനിയൻ പീലും കൂടി രണ്ടും കൂടെ മിക്സ് ആക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. എത്രത്തോളം വാട്ടർ മെലൺ പീലുണ്ടോ അത്രത്തോളം തന്നെ ഒനിയൻ പീലും എടുക്കുക കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇത് നെക്കൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അതിപ്പം സാധാരണ പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, ഇപ്പം നിങ്ങൾക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളം അത് ഒഴിച്ചാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇവിടെ പച്ചവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെ അടച്ചു വെച്ച് സൂക്ഷിക്കണം. കാരണം ഇതിൻ്റെ ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് നല്ല രീതിയിൽ ഒരു വളമായിട്ട് മാറാനായിട്ട് 2-3 ദിവസം എന്തായാലും എടുക്കും. അപ്പോൾ അതുവരേക്കും നമുക്ക് ഇതിന് എയർ ടൈറ്റായിട്ട് ഇതിനെ അടച്ചു വെച്ച് സൂക്ഷിക്കാം. പിന്നെ ഉണ്ടല്ലോ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതുകൊണ്ട് നേരെ വെയിലത്തൊന്നും വെച്ച് കളയരുത്, ഏതെങ്കിലും ഒരു ഷെയ്ഡുള്ള ഭാഗത്ത് വേണം വെക്കാൻ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇതിപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. 3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് തുറന്നു നോക്കാം. ആയി കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല രീതിയിൽ പുളിച്ച് നല്ല അടിപൊളി വളമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ തന്നെയല്ല എടുക്കേണ്ടത്, നമുക്കിതിൻ്റെ വെള്ളം മാത്രം മതി. അപ്പോൾ നമുക്കൊരു അരിപ്പ് എടുത്തിട്ട് നന്നായിട്ട് ഇതിനെ അരിച്ചതിൻ്റെ ആ വെള്ളം മാത്രം എടുത്തു മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി തണ്ണിമത്തൻ ഫെർട്ടിലൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 5 ഇരട്ടിയെങ്കിലും വെള്ളം ഒഴിച്ച് നേർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്താൽ അത് ചെടികൾക്ക് അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് നല്ല രീതിയിൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ
അപ്പോൾ ഈ വാട്ടർമെലൺ ഫെർട്ടിലൈസർ ഇലച്ചെടികൾക്കായാലും പൂക്കളുണ്ടാകുന്ന ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ വളരെ നല്ല ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മൾ എന്തായാലും തണ്ണിമത്തൻ വീട്ടിൽ ഇനിയിപ്പം വേനൽക്കാലമാണ് വരുന്നത്, നല്ല ചൂടുള്ള സമയത്ത് വളരെ വിലക്കുറവിലൊക്കെ നമുക്ക് തണ്ണിമത്തൻ കിട്ടിത്തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ഇതേപോലെയുള്ള ഇതിൻ്റെ പുറന്തോട് ഇനി മുതൽ വലിച്ചെറിയാതെ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെയുള്ള ഫെർട്ടിലൈസർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. വാട്ടർമെലൺ ഫെർട്ടിലൈസർ മറ്റൊരു രീതിയിൽ ഉണ്ടാക്കാം കേട്ടോ. അത് ഞാൻ വരും വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഇതിനെപ്പറ്റി എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുവാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം റീന.